ഒരു 2-3 വർഷം മുൻപ് വരെ ബി ജെ പിക്ക് ഒട്ടും വിജയപ്രതീക്ഷയില്ലാതിരുന്ന ഒരിടമായിരുന്നു പൂഞ്ഞാർ. മറിച്ച് പുതിയ മാറ്റങ്ങൾ ഉണ്ടായപ്പോൾ ബി ജെ പിയിലും വിജയപ്രതീക്ഷയിലും മാറ്റം വന്നു. പൂഞ്ഞാറിൽ PC ജോർജ് മത്സരിക്കും. അദ്ദേഹം അവിടെ സ്വതന്ത്രനായി നിന്ന് പോലും വിജയം കൊയ്ത ഒരു നേതാവാണ്. ഇപ്പോൾ ബി ജെ പിയുടെ പിന്തുണയിൽ 2020 പിന്തുണയിൽ ഇത്തവണ വിജയിക്കാൻ കഴിയുമോ? പൂഞ്ഞാർ മാത്രമല്ല, കോട്ടയം ജില്ലയിൽ പൊതുവിൽ വലിയൊരു രാഷ്ട്രീയ മാറ്റം പ്രതീക്ഷിക്കുന്ന തെരഞ്ഞെടുപ്പാണ് 2026 തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ കോട്ടയം ജില്ലയിൽ തന്നെ പാല വളരെ പ്രധാനപ്പെട്ട ഒരു സീറ്റാണല്ലോ. ആ പാലാ സീറ്റ് കേന്ദ്രീകരിച്ച് ഇപ്പോൾ BJPയുടെ ഷോൺ ജോർജ്, അതായത് PC മകൻ അവിടെ മത്സരിക്കും എന്ന് കേൾക്കുന്നുണ്ട്. പുള്ളി തന്നെ മത്സരിക്കാൻ സാധ്യത, കാരണം ഏറ്റവും നല്ല കാൻഡിഡേറ്റ്, അവിടെ മത്സരിക്കാൻ പറ്റിയ കാൻഡിഡേറ്റ് ഷോൺ തന്നെയാണ്. മാത്രമല്ല, കോട്ടയം ജില്ലയുടെ മറ്റു ചില ഭാഗങ്ങളിൽ കൂടി ഈ പറഞ്ഞതുപോലുള്ള BJPയുടെ, അത് കോട്ടയം ഹൃദയഭാഗത്തടക്കം BJPയുടെ വളർച്ച വ്യാപകമായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടതാണ്. അപ്പോൾ PC ജോർജ് സംബന്ധിച്ചിട്ട് PC ജോർജ് ശ്രീത് സൂചിപ്പിച്ചതുപോലെ തന്നെ പുള്ളിക്ക് ഒറ്റയ്ക്ക് ആരുടെ സഹായം ഇല്ലാതെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയും എന്ന് തെളിയിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളി ഈ പൂഞ്ഞാർ മത്സരിക്കുകയാണെങ്കിൽ, BJPയുടെ പാനൽ മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിയും എന്നുള്ള തർക്കമൊന്നുമില്ല. പിന്നെ അവിടെ ഒരു ചെറിയൊരു വെല്ലുവിളി വരാൻ സാധ്യതയുണ്ടെന്നത് മുസ്ലിം വോട്ടുകൾ ഇദ്ദേഹത്തിനെതിരാവും എന്നുള്ളതാണ്. കാര്യം മുസ്ലിങ്ങളുടെ ആജന്മ ശത്രുവാണ് PC ജോർജ്. കാരണം അദ്ദേഹം ചില സത്യങ്ങൾ വിളിച്ചു പറയുന്നത് അവർക്കിഷ്ടമല്ല. പക്ഷേ അതൊരു ചെറിയ ശതമാനം പൂഞ്ഞാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചിട്ട് അവരൊരു ജയപരാജയങ്ങൾ നിർണ്ണയിക്കാൻ കഴിയുന്ന ഒരു ശക്തിയല്ല അവിടുത്തെ മുസ്ലിം ജനസംഖ്യ എന്ന് പറയുന്നത്. പക്ഷേ വലിയ തോതിലുള്ള ചർച്ച വോട്ട്, കാര്യം ഇദ്ദേഹം ഈ സഭാധ്യക്ഷന്മാരുമായിട്ടൊക്കെ നല്ല ബന്ധം പുലർത്തുന്ന ആളാണ് PC ജോർജ്. അദ്ദേഹം ഏത് സാഹചര്യത്തിലും എന്ത് പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞാലും ഒരു ബിഷപ്പിൻ്റെ അടുത്ത് ഓടിയെത്തുന്നൊരു വ്യക്തിയാണ് PC ജോർജ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ വിശ്വസ്തനാണ് ഇദ്ദേഹം. അതുകൊണ്ട് ഈ പറഞ്ഞ അത്തരത്തിൽ കുറേ വോട്ടുകൾ തന്നെ സമാഹരിക്കാൻ കഴിയും. മാത്രമല്ല, പിന്നീട് BJPയുടെ തനത് വോട്ടുകൾ, അതുകൂടാതെ 2020 ഈ രംഗപ്രവേശം, മാത്രമല്ല ഇപ്പോൾ പുതുതായി കേൾക്കുന്ന ചില വാർത്തകൾ NCPയുടെ അജിത് പവാർ വിഭാഗം 2020 ലയിക്കും എന്ന് കേൾക്കുന്നുണ്ട്. അവർക്ക് നേരിട്ട് BJPയിലേക്ക് വരാനുള്ള ഒരു മടി സംഭവമുണ്ട്. അപ്പോൾ അത് 2020 വഴി വരാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നുള്ള വാർത്തകൾ കേൾക്കുന്നത് ശരിയാണെന്നറിയില്ല. അപ്പോൾ അങ്ങനെ കൂടുതൽ കക്ഷികൾ വരുന്നതോടുകൂടി ഓരോ പ്രദേശത്തെയും വോട്ടിംഗ് പാറ്റേണിൽ NDAക്ക് അനുകൂലമായ സാഹചര്യം കൂടുതൽ ശക്തമാകും. അത് പൂഞ്ഞാറിൽ വലിയ തോതിൽ PC ജോർജിന് ഗുണം ചെയ്യും. മാത്രമല്ല, PC ജോർജിനെപ്പോൾ തന്നെ ഉള്ള ഒരാൾ BJPക്ക് വേണ്ടി നിയമസഭയിൽ വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഈ ആളുകളെ പറഞ്ഞ് പറ്റിക്കുന്ന കോൺഗ്രസ്സുകാരുടെയും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെയും യഥാർത്ഥ മുഖം ഈ പറഞ്ഞാൽ വലിച്ചു കയറാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു നേതാവാണ് PC ജോർജ്. അദ്ദേഹത്തിന് ഇവരുടെ രണ്ട് മുന്നണിയിൽ അദ്ദേഹം സഹകരിച്ച ആളാണല്ലോ. അവരുടെ രണ്ടുപേരുടെയും കൂടക്കൃതാന്റെ രാപ്പനി അറിയാം. കൃത്യമായിട്ട് അദ്ദേഹത്തിന് ആ തരത്തിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അല്ല, നാം അങ്ങനെ സൂചിപ്പിക്കുമ്പോഴും വിജയം സുനിശ്ചിതം എന്ന് പറയുമ്പോഴും നാം കണ്ടിട്ടുണ്ട് ഈരാറ്റുപേട്ടയിൽ PC ജോർജിനെതിരെ കൃത്യമായ മതധ്രുവീകരണം ഉണ്ടായി. ആ മതധ്രുവീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ കഴിഞ്ഞ തവണ പരാജയപ്പെട്ടത്. 16,000-ലധികം വോട്ടിന് ആണ് എതിർസ്ഥാനത്ത് വിജയിച്ചത്. നിലവിൽ ആ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ, പിന്നെ എങ്ങനെ വിജയിച്ച് കയറാൻ കഴിയും? അല്ല, ഈരാറ്റുപേട്ടയിൽ മുമ്പ് ഈ PC ജോർജിനെ പരാജയപ്പെടുത്തിയ ഒരു സാഹചര്യത്തിൽ നിന്ന് വലിയ മാറ്റം എപ്പോഴും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പൊതുവെ മനസ്സിലാവുന്നത്. കാരണം അന്ന് PC ജോർജിനോടുള്ള ഒരു പകയുടെ അടിസ്ഥാനത്തിലാണ് അന്ന് വന്നത്. കാര്യം SDPI അതുപോലെ BFIക്ക് എതിരെ അദ്ദേഹം രൂക്ഷമായ ആക്രമണം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സമുദായം ഒറ്റക്കെട്ടായി നിൽക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു തിരിച്ചറിവ് സമുദായത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തീവ്രസംഘടന വിചാരിക്കുന്ന നിലപാടല്ല ഇപ്പം അവിടെയുള്ള മുസ്ലിങ്ങളിലുള്ളത്. അവർ സ്വതന്ത്രമായി ചിന്തിക്കുന്ന കുറേ ആളുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കണക്ക് നമുക്ക് ഇപ്രാവശ്യം വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ള വാസ്തവം. ഇനി അഥവാ അവർ ഒറ്റക്കെട്ടായാൽ പോലും മറുഭാഗത്ത് ഈ പറഞ്ഞതുപോലെ വോട്ട് സമാഹരിക്കാനുള്ള സംവിധാനം, കാരണം BJP എന്ന് പറയുന്ന പാർട്ടിയുടെ ആളായിട്ടാണ് അദ്ദേഹം മത്സരിക്കുന്നത്. മുമ്പ് അങ്ങനെയല്ലല്ലോ മത്സരിച്ചത്. ഇപ്പോൾ BJPയുടെ കുറേ വോട്ടുകൾ അവിടെ ഉണ്ട്. BJP നല്ല ക്രിയാത്മകമായിട്ട് ഒന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, അവരുടെ ഒരു മെഷീനറി നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ഓവർകം ചെയ്യാൻ കഴിയും എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. വലിയ അപകടമില്ലാതെ നേരിയ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹത്തിന് പൂഞ്ഞാർ ജയിച്ചു വരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പോൾ എന്തായാലും പൂഞ്ഞാറിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കോട്ടയത്ത് നിന്ന് MLA ലഭിക്കുകയാണെങ്കിൽ അത് ഭാവിയിൽ രാഷ്ട്രീയത്തിൽ കേരള ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കുന്നതായിരിക്കുമല്ലോ. ന്യൂനപക്ഷ കേന്ദ്രീകൃതമായ ഒരു പ്രദേശത്ത് വിജയിക്കുക എന്നത് ചെറിയ കാര്യമല്ല. BJP വർഷങ്ങളായി ലക്ഷ്യമിടുന്നത് അത് നടപ്പിലാക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ അവർക്ക് വലിയ ഉണർവ് നൽകുമല്ലോ.
തീർച്ചയായിട്ടും. ഇപ്പോൾ ഉദാഹരണത്തിന് പാലയിലോ അല്ലെങ്കിൽ ഈ പൂഞ്ഞാറിലോ ഈ പറഞ്ഞ 2 സ്ഥാനാർത്ഥികൾ ജയിച്ചാലും അതിൽ ഒരാൾ ജയിച്ചാൽ പോലും അത് ഈ നമ്മുടെ മധ്യ കേരളം എന്ന് നമ്മൾ പറയുന്ന ഈ കോട്ടയം ജില്ലയിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. കാരണം അറിയില്ല, ക്രിസ്ത്യൻ ഭൂരിപക്ഷമാണ് ഈ കോട്ടയം ജില്ലയിൽ ആകമാനമുള്ളത്. അവരാണ് അവിടുത്തെ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാണ് ഹിന്ദുക്കൾ, 3-ാം സ്ഥാനത്ത് മാത്രമേ മുസ്ലിങ്ങൾ വരുന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ക്രിസ്ത്യാനികൾ BJPക്ക് വോട്ട് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് മുമ്പ് കാലങ്ങളിൽ. ഇപ്പോൾ അവർ മാനസികമായിട്ട് അവരുടെ കുറേ ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട്. കാരണം ഈ പള്ളിയുടെ പിടിയിൽ നിന്നും വലിയ തോതിൽ ക്രിസ്ത്യാനികൾ മുക്തരായിട്ടുണ്ട്. അവർ സ്വതന്ത്രമായി ചിന്തിച്ച് വോട്ട് ചെയ്യുന്ന ആളുകളാണ്. മാത്രമല്ല പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്നവരാണ്. ഈ ഇപ്പോൾ നരേന്ദ്രമോദി രാജ്യത്ത് കൊണ്ടുവരുന്ന വികസന പ്രവർത്തനങ്ങളെയൊക്കെ തുറന്ന് സമ്മതിക്കുകയും അനുകൂലിക്കുകയും ചെയ്യുന്നവരാണ് നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യാനി. കാര്യം വിദ്യാസമ്പന്നരാണ് അവർ. അതോടൊപ്പം തന്നെ കേരളത്തിൽ BJP അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റിഫ്ലക്ഷൻ, വികസനത്തിൻ്റെ റിഫ്ലക്ഷൻ നമ്മുടെ നാട്ടിൽ ഉണ്ടാവും എന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നല്ലൊരു ശതമാനം ആളുകൾ മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ കോട്ടയം ജില്ലയുടെ നിലവിലുള്ള ഈ ഒരു ഡെമോഗ്രഫി അനുസരിച്ച് BJPക്ക് ഭാവിയിൽ, ഈ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പോലും ഭാവിയിൽ അവർക്ക് വലിയൊരു അസറ്റായിട്ട് ആ ജില്ല മാറാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഈ കോട്ടയത്തെ മാറ്റങ്ങൾ സമീപ ജില്ലകളായ എറണാകുളത്തും പ്രതിഫലിക്കുന്നു. എറണാകുളത്ത് അല്ലെങ്കിൽ തന്നെ പ്രതിഫലിക്കും. കാരണം 2020 ആൾറെഡി BJPയുടെ ഭാഗം, NDAയുടെ ഭാഗമായി കഴിഞ്ഞു. അവിടെ ആ ജില്ലയിൽ എന്തായാലും 1-2 സീറ്റുകൾ ഇപ്രാവശ്യം ഉറപ്പായിട്ട് 2020 പേരിൽ ജയിച്ച് വരും എന്നുള്ള തർക്കമൊന്നും വേണ്ട. ഇപ്പോൾ വൈപ്പിനടക്കമുള്ള ചില മേഖലകളുണ്ട്. കൊച്ചി, വൈപ്പിൻ ചില മേഖലകളും കൂടി 2020 വലിയ പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ്. കുന്നത്താട്, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ സ്വാഭാവികമായിട്ടും ഇവർക്ക് വലിയ വേരോട്ടമുള്ള മണ്ഡലങ്ങളാണ്. അവിടെ BJPയുടെ വോട്ടിനും കൂടി ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്താണ് വിജയ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എറണാകുളം ജില്ലയിൽ 2020 വന്നതോടുകൂടി അവിടെ ചിത്രം ആകെ മാറിയിരിക്കുകയാണ്. അത് മറ്റു 2 മുന്നണി അലോസരപ്പെടുത്തുന്നുണ്ട്. ഇടതിനെയും വലതിനെയും നന്നായിട്ട് അലോസരപ്പെടുത്തുന്നുണ്ട്. കാരണം ഭാവിയിൽ ഇത് മറ്റു പല മണ്ഡലങ്ങളിലേക്കും കടന്നു കയറും. അതാണ് അവരുടെ ഏറ്റവും വലിയൊരു ആശങ്ക എന്ന് പറയുന്നത്. നാം ഈ വിജയിക്കും എന്ന് പറയുമ്പോഴും നാം മുൻ തെരഞ്ഞെടുപ്പുകളിൽ കണ്ടിട്ടുള്ളത് ഒരു ഇടത് വലത് മുന്നണികളുടെ ഒരു ക്രോസ് വോട്ടിംഗ് ഉണ്ട് അവസാന ഘട്ടത്തിൽ. അതും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാകും അങ്ങനെ ഒരു ക്രോസ് വോട്ടിംഗ്? പ്രതീക്ഷിക്കാം. കാരണം വെച്ചാൽ അത് രാഷ്ട്രീയ തന്ത്രമാണ്. നമുക്കതിനെ കുറ്റം പറയാനൊന്നും പറ്റില്ല. അത് ഒരുപാട് രാഷ്ട്രീയ തന്ത്രങ്ങളിൽ പെടുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് ഈ ക്രോസ് വോട്ടിംഗ് എന്ന് പറയുന്നത്. കാരണം ഒരു ആളിനെ, വ്യക്തിയല്ല, ഒരു പാർട്ടിയെ തോൽപ്പിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരെ കൊണ്ട് മാറി മാറി വോട്ട് ചെയ്യും. അത് പണ്ട് BJP ചെയ്തിട്ടുണ്ട് അത്തരം പ്രവർത്തനങ്ങൾ. ഒരു തന്ത്രമായിട്ടാണ് കണ്ടാൽ മതി, ഒരു തെറ്റായ കാര്യമൊന്നുമല്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു ക്രോസ് വോട്ടിങ്ങിൽ കൂടി തോൽപ്പിക്കുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളതെന്നുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം, ജനങ്ങളുടെ മനസ്സ് ആകെ മാറിക്കഴിഞ്ഞു. അത് നമുക്ക് ഫീൽഡിൽ കാണാൻ കഴിയുന്നുണ്ട്. കേരളത്തിൽ അങ്ങോളം ഫീൽഡിൽ കാണാൻ കഴിയുന്നതാണ്. ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. വലിയ തോതിൽ ഈ പറഞ്ഞ പോലെ നിലവിലുള്ള ഭരണത്തിനെതിരെ വിരുദ്ധ വികാരമുണ്ട്. കോൺഗ്രസിനെ കൊണ്ട് ഇതിന് കൂട്ടിയാൽ കൂടില്ല, അല്ലെങ്കിൽ അവർ ഈ പറഞ്ഞതുപോലെ മുസ്ലിം അടിമപ്പെട്ട് ഭരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും എന്നുള്ള ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. അവിടെയാണ് വ്യത്യസ്തമായിട്ട് അവർ BJP പരീക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഈ പറഞ്ഞതുപോലുള്ള ഒരു മുന്നേറ്റം BJPക്ക് ഉണ്ടാകാൻ കഴിയും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ വലിയ സീറ്റുകളിൽ ജയിക്കാൻ കഴിഞ്ഞതിന് പോലും ഭാവിയിൽ അവർക്കതൊരു നേട്ടമായിട്ട് മാറാനുള്ള സാധ്യത, അല്ലെങ്കിൽ NDA BJP എന്ന് പറയുന്നത് കേരളത്തിലെ അവഗണിക്കാൻ പറ്റാത്തൊരു ശക്തിയായിട്ട് ഈ തെരഞ്ഞെടുപ്പോടുകൂടി അവർ മാറും എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്.